ഇത് കിഡ് ബേസ് മോഡലാണ്. 2022 മോഡൽ, സിംഗിൾ ഓണർ, 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഇത് ഡിസയർ VXi ഓട്ടോമാറ്റിക് ആണ്. 2017 മോഡലാണ്. 46,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ് വണ്ടി വരുന്നത്. ഇത് ലോഡ്ജിയാണ്, റെനോൾട്ടിന്റെ വണ്ടിയാണ് വരുന്നത്. 2016 മോഡലാണ്. ഇത് ഡിസയർ ZXi പ്ലസ് ആണ്. ടോപ്പ് എൻഡ് മോഡലാണ്. 2017 മോഡൽ, 66,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഇത് i10 സ്പോർട്സ് ആണ്. 1.2 ആണ്. 2012 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത്. ഇത് ഡിസയർ VXi 2021 മോഡലാണ്. 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ തന്നെയാണ്. മാനുവൽ ആണ്, ഓട്ടോമാറ്റിക് അല്ല. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വെമ്പാലവട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. തിരുവനന്തപുരം ജില്ലയാണ് വെമ്പാലവട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നേക്കുന്നത്. നമ്മൾ സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന ഇൻഡസിൻ്റെ ഷോപ്പിൽ തന്നെയാണ് ഇത്തവണ വന്നത്. ഇത്തവണ ലോ ബഡ്ജറ്റ് വണ്ടികൾ അല്ലെങ്കിൽ കൂടിയ വണ്ടികൾ നല്ല രീതിയിലല്ല, മിക്സ് ചെയ്ത് രണ്ടും കൂടി. ലോ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ വെറും ലോ ബഡ്ജറ്റ് വണ്ടികളില്ല, ഒരു ഇടത്തരം വിലയുള്ള വണ്ടികൾ തന്നെയാണ് വരുന്നത്. പിന്നെ ട്രൂ വാല്യൂ ബേസ് ചെയ്തുള്ള രീതിയിലുള്ള ഒരു വണ്ടി കച്ചവടം ആകുമ്പോൾ അതിൻ്റേതായ വില കൂടും സ്വാഭാവികമായും. അത് ഞാൻ സ്ഥിരം കേൾക്കുന്നതാണ്, അവർ തന്നെ സമ്മതിക്കുന്നതാണ്. പക്ഷേ ട്രൂ വാല്യൂയിൽ വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോ കൂടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ തോനെ പ്രാധാന്യം കൊടുക്കുന്നത്. ബാക്കിയുള്ള ചേട്ടന്മാരെല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിലയും കാര്യങ്ങളൊക്കെ സ്ഥിരം പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ സുഹൃത്തായ അഖില വന്നിട്ടുണ്ട്. അഖിലയാണ് എല്ലാ തവണയും നമുക്ക് വണ്ടികളുടെ ഡീറ്റെയിൽസുകൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ അഖില, ഈ സ്ഥാപനം എവിടെയാണെന്നുള്ളതൊന്ന് പറഞ്ഞോ. ഇത് നമ്മുടെ ലുലു മോൾ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ലുലു മോളിനും ചാക്കയ്ക്ക് ഇടയ്ക്ക് ബൈപ്പാസിൽ തന്നെ സർവീസ് റോഡിലാണ് വരുന്നത്. കൂടുതലും എല്ലാവർക്കും നമുക്ക് ഇവിടെ റെന്റ് കൊടുക്കണുണ്ട് നമ്മുടെ ഇവിടെ തന്നെ. അപ്പം അതായിരിക്കും കൂടുതൽ എല്ലാവർക്കും മനസ്സിലാവുന്നത് പറഞ്ഞു ഞാൻ ഇന്ന് ഇവിടെ ആദ്യം കയറി വന്നപ്പം എൻ്റെ അടുത്തും ഫസ്റ്റ് പിള്ളേർ വന്ന് ചോദിച്ചാൽ റെന്റ് എടുക്കാൻ വന്നതാണോ. കൂടുതൽ ആൾക്കാർക്ക് അപ്പോൾ ഓട്ടോക്കാർക്ക് പെട്ടെന്ന് നമുക്ക് ഇൻഡസിന്റെ ഷോറൂം എന്ന് പറയുമ്പോൾ അവർ കാണിക്കുന്ന സർവീസ് സെന്റർ ആയിരിക്കും. അപ്പുറത്തിന് സർവീസ് സെന്റർ ഉണ്ട്. പക്ഷേ നമ്മുടെ ഇൻഡസ് ഗോ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും അറിയാം. ഓക്കെ, ഇപ്പോൾ നമ്മളെ നിങ്ങളെ മേളയൊക്കെ കഴിഞ്ഞിട്ട് വന്നേക്കുന്നതുകൊണ്ട് തന്നെ ഈ വണ്ടികളുടെ വില എന്ന് പറയുന്നത് ഇപ്പം ഞാൻ നേരത്തെ ഒരു വണ്ടിയുടെ വില കേട്ടതുകൊണ്ട് പറയാണ്, ഈ അത്രയും ചോദിച്ചിട്ടേക്കുന്ന ഒരു വണ്ടിക്ക് നിങ്ങൾ ഏകദേശമൊക്കെ എത്ര വരെയൊക്കെ കുറയ്ക്കാം? അങ്ങനെയല്ല, നമുക്ക് ഇതെല്ലാം എക്സ്ചേഞ്ച് ആയിട്ട് വരുന്നത്, പുതിയ കാറിന് അഗെയിൻസ്റ്റ് എക്സ്ചേഞ്ച് ആയിട്ട് വരുന്നത്. അപ്പം നമ്മളൊരു പുതിയ കാർ പോവുക എന്നുള്ളതാണ് കൂടുതലും പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ തന്നെ എക്സ്ചേഞ്ച് വരുമ്പോൾ കസ്റ്റമർ അത്ര റേറ്റ് കയറ്റിയായിരിക്കും പറയുന്നത്. അപ്പോൾ ചില വണ്ടികൾ റേറ്റ് കൂടുതൽ നമ്മൾ കൊടുത്തെടുക്കാറുണ്ട് പുതിയത് പോകാനായിട്ട്. അപ്പോൾ ആ വണ്ടികളിലൊക്കെ ചെറിയ ചെറിയ മാർജിനേ വരത്തുള്ളൂ. പ്രോഫിറ്റ് നോക്കാതെ നമ്മൾ കൊടുക്കുന്നുണ്ട്. കസ്റ്റമറിന്റെ ആ ഒരു റേറ്റ് കസ്റ്റമർ പറയുവാണെങ്കിൽ ആ റേറ്റിന് സംസാരിച്ച് നോക്കുമ്പോൾ ഓക്കെ ആണെങ്കിൽ കൊടുക്കും, ഇല്ലെങ്കിൽ നമ്മൾ വിട്ടുകളയും, കുഴപ്പമില്ലാണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വണ്ടികൾ എടുക്കാൻ വരുന്നവർ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. അഖിലയുടെ നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് വരാം. ഓക്കെ, ഇത് നാനോ ട്വിസ്റ്റ് XT വരുന്നത്. 2016 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. 52,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ആണ്. കിലോമീറ്റർ ഒക്കെ ജെനുവിൻ ആണ്. വണ്ടിക്കകമൊക്കെ നല്ല വൃത്തിയാണല്ലേ? വൃത്തിയാണ്. ഗ്ലാസ് കാര്യങ്ങളൊന്നും റീപ്ലേസ് ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ബോണറ്റ് ബമ്പറൊക്കെ റീപ്ലേസ് ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അല്ല, ഗ്ലാസ് കാര്യങ്ങളൊന്നും റീപ്ലേസ് ഇല്ല. നോക്കുമ്പോൾ അറിയാൻ പറ്റില്ല. 2016 ഗ്ലാസ്സാണ് വരുന്നത്. മൊത്തം പൊടി പിടിച്ച് കിടക്കാണ്. നമുക്ക് ഇടയ്ക്ക് മഴയുണ്ടായിരുന്നു. കൊണ്ടുപോയ വണ്ടികളുള്ളതാണ് ഇതൊക്കെ. എങ്ങനെയാ? മേളയിലൊക്കെ കൊണ്ടുപോയ വണ്ടികളാണോ? മേളയിൽ കൊണ്ടുപോയ വണ്ടികളുണ്ട്. നമുക്ക് അവിടെ ഭയങ്കര മഴയായിരുന്നു മേളയ്ക്ക് പോയപ്പോൾ. അതാണ് വണ്ടിയെല്ലാം ചെളിയായിട്ട് കിടക്കുന്നത്. കുറേശ്ശെ എടുത്ത് ക്ലീൻ ആക്കുന്നതേ ഉള്ളൂ. എത്ര റേറ്റ് ആണെങ്കിൽ 165 വരുന്നത്. ഏത് വർഷമായിരുന്നു? 2016. ഇതിന് മൈലേജ് എന്താണ്? മൈലേജ് ആകുമ്പോൾ 10 ആ ഒരു റേഞ്ചിന്. പൊതുവെ മാരുതി അല്ലാത്ത വണ്ടികൾക്ക് മൈലേജ് കുറവാണ്. 10 ആ ഒരു റേഞ്ച് നോക്കിയാൽ മതി. മാരുതി 800 MBFI ആണ്. 2005 മോഡല്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. എന്ത് ഓടിയിട്ടുണ്ട്? 79,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് വണ്ടി. ജെനുവിൻ കിലോമീറ്റർ ആണോ? കിലോമീറ്റർ ഒക്കെ ജെനുവിൻ ആണ്. പിന്നെ ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബോണറ്റ് കാര്യങ്ങളോ? ബോണറ്റ് കാര്യങ്ങളിലൊന്നും കുഴപ്പമൊന്നുമില്ല. പേസ്റ്റിങ്ങിലൊന്നും കുഴപ്പമില്ല. ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. കല്ല് വല്ലതും തട്ടി ആ രീതിയിലാണോ അതോ വല വന്ന്? ഇല്ല, ചെറിയ എന്തെങ്കിലും ഇതായിരിക്കും. വേറെ വലിയ കുഴപ്പമൊന്നുമില്ല. വണ്ടി വന്നതേ ഉള്ളൂ. ക്ലീനിങ് ഒന്നും കഴിഞ്ഞിട്ടില്ല. കുഴപ്പമൊന്നുമില്ല. പക്ഷെ മിറർ മാത്രം മാറിയിട്ടുണ്ടത്. എത്ര ചോദിക്കുന്നേ? ഇത് 80 ആണ് ചോദിക്കുന്നത്. 80? 2005 അല്ലേ? 2005 80 ചോദ്യമാണ്. ഫൈനൽ റേറ്റ് സംസാരിക്കാം. മാരുതി 800 ഇപ്പം വളരെ കുറവാണ് വരുന്നതെല്ലാം. ആൾക്കാർ പക്ഷെ കൂടുതലാണ്, പക്ഷെ കിട്ടുന്നത് കുറവാ വണ്ടി. ഇത് പേപ്പറൊക്കെ എന്ന് വരുന്നുണ്ട്? പേപ്പറൊക്കെ ആകുമ്പോൾ 2005 ആകുമ്പോഴത്തേനും 2025 വരുന്നത്. 2025. വേറെ പ്രത്യേകിച്ച് പറയത്തക്ക അപാകതകളൊന്നും ഇല്ല. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പുതുതായിട്ട് ഇട്ടേക്കാണോ?
പുതിയതല്ല എങ്കിലും ടയർ ഉണ്ട്, ഓടാനുള്ളതുണ്ട്. അത്യാവശ്യമുള്ള ആ ബോഡി ക്വാളിറ്റി ആയിരുന്നാലും ഉണ്ട്, വലിയ സ്ക്രാച്ചോ ഇങ്ങനെ ചപ്പലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ഇല്ല. ചെറിയത് എന്തായാലും വരുമല്ലോ, ഇത്രയും അത്രയോ പഴക്കമില്ല, മൈന്യൂട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് i10 സ്പോർട്സ് ആണ്, 1.2 ആണ്, 2012 മോഡലാണ്, സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത്. കിലോമീറ്റർ 44,000 കിലോമീറ്റർ. കിലോമീറ്റർ അല്ലേ? ആ കിലോമീറ്റർ എല്ലാം ജെന്യൂൻ ആണ്. വർഷം ഏതായിരുന്നു? ഇത് 2012 മോഡൽ സ്പോർട്സ് 1.2 ആണ്. 1.2. ആ ടയറൊക്കെ നല്ല ടയേഴ്സ് ഉണ്ട്. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് നമുക്ക് ചെറിയ മൈന്യൂട്ടുള്ള കാര്യം, ബമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഉണ്ട്. ആ ഉണ്ട്. പെയിന്റിംഗ് വർക്ക് ആയിരുന്നാലും ചെയ്തിട്ടുണ്ട്. ബമ്പറിൽ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം പെയിന്റിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്, അത് കാണുമ്പോൾ അറിയാം, നോക്കുമ്പോൾ അറിയാം. എത്ര ചോദിക്കുന്നത്? ഇതിന് 265 ആണ് ചോദ്യം വരുന്നത്. ഞാൻ പറയുന്നത് ആസ്കിംഗ് റേറ്റ് ആണ്, ഫൈനൽ റേറ്റ് മാനേജർ ഡിസ്കസ് ചെയ്യുക, മാക്സിമം കിട്ടാവുന്ന റേറ്റിൽ തന്നെ കിട്ടും. ഇത് ബെലേനോ ആൽഫയാണ്, 2022 മോഡലാണ്, ഫുൾ ഓപ്ഷൻ തന്നെയാണ് വരുന്നത്. 22,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഇല്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, ഫുൾ ഓപ്ഷനാണ്. ടോപ്പ് എൻഡ് മോഡലാണ് ഇത് വരുന്നത്. അതെ അതെ, ഫുൾ എല്ലാം ഇൻബിൽറ്റ് ആയിട്ടുള്ളതാണ്, അഡീഷണൽ ആയിട്ടൊന്നും വരുന്നില്ല. 9.10. ഇത് ഇറങ്ങിയപ്പോ എത്ര ഉണ്ടായിരുന്നു? ഇത് ഇറങ്ങുന്ന ടൈമിൽ ഇത് ഇപ്പോഴത്തെ ഇതിന്റെ ഫ്രഷിനാണെങ്കിൽ തന്നെ 11 സംതിങ് പറഞ്ഞുണ്ട്, 11-12 അടുപ്പിച്ച് പറഞ്ഞുണ്ട് പുതിയത് ഫുൾ ഓപ്ഷൻ. എല്ലാം ഫുൾ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം പറഞ്ഞുണ്ട്. എത്ര രൂപ നമുക്ക് ഇറക്കാൻ പറ്റുന്നത്? ഇതൊക്കെ ഒരു 1 lakh അടയ്ക്കുവാണെങ്കിൽ ബാക്കി നമുക്ക് ഇറക്കാൻ പറ്റും. ഫിനാൻസ് അവൈലബിൾ ആണ്. ഇത്രയും വലിയ തുകയ്ക്കുള്ളതായോണ്ടായിരിക്കും അല്ലേ? ആ 1 lakh വരുന്നത്. ഇത് ഡിസയർ VXi 2014 മോഡലാണ്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്, 68,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. 68. ആ VXi ആണ്, ടച്ച് സ്ക്രീൻ കാര്യങ്ങൾ വരത്തില്ല, അഡീഷണൽ ചെയ്തിട്ടുള്ളതാണ്. ടച്ച് സ്ക്രീനും റിവേഴ്സ് ക്യാമും അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ആ വണ്ടി ക്വാളിറ്റി ഉണ്ട്. പിന്നെ എടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ടിലെ 2 ഗ്ലാസ് അത്യാവശ്യം ബ്ലറാണ്. ഹെഡ്ലൈറ്റ് അല്ല, അത് മങ്ങലുണ്ട്. ആ അതെന്തായാലും എടുക്കുമ്പോൾ ചേഞ്ച് ചെയ്തെടുക്കേണ്ടി. പോളിഷ് നമുക്ക് ഇവിടുത്തെ നോർമൽ വാക്സ് ആണ്, അതിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല, അല്ലെങ്കിൽ പുറത്ത് കൊടുത്ത് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ മാറുന്നതായിരിക്കും നല്ല, പുറത്ത് കൊടുത്ത് ചെയ്താലും കുറച്ച് കാലം കഴിയുമ്പോൾ വീണ്ടും ബ്ലർ ആയിക്കൊണ്ടിരിക്കും. എത്ര ചോദിക്കുന്നത്? ഇതാണെങ്കിൽ 4.25 ചോദ്യം വരുന്നത്. അത്യാവശ്യം ഡിസ്കി സ്പേസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അല്ല ഇത് വണ്ടിക്ക് ഇങ്ങനെയൊക്കെ നമ്മൾ എന്തായാലും എടുത്തിട്ട് പണിയേണ്ടിയൊക്കെ വരില്ല, അപ്പൊ എന്തെങ്കിലുമൊക്കെ കുറച്ചുകൂടി റേറ്റ് മാക്സിമം റേറ്റ് കുറയ്ക്കും, കുഴപ്പമില്ല, ഉറപ്പായിട്ട് കുറയ്ക്കും. ഇത് വാഗണർ VXi ആണ്, 2014 മോഡലാണ്, 88,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. പക്ഷെ വണ്ടി നീറ്റ് ആണ്. റീപ്ലേസ്മെന്റ്സ് വല്ലതും ഉണ്ടോ? LXi ആണ് കേട്ടോ, VXi അല്ല, LXi ആ. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇല്ല ഇല്ല ഇല്ല, സെക്കൻഡ് ഓണർഷിപ്പാണ് വണ്ടി വരുന്നത്. 2014 LXi സെക്കൻഡ് ഓണർഷിപ്പ്, 88,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ടയറൊക്കെ പുതുതായിട്ട് മാറിയിട്ടേ? ആ ടയറൊക്കെ നല്ലതാ, എല്ലാം മാറിയിട്ടുണ്ട്. ഇനി വില പറ. അതാണ് വില ആവുമ്പോഴത്തേനും 3.10 ചോദ്യം വരുന്നത്. 2014. ആ താരതമ്യേന കുറവായെന്ന് എനിക്കൊരു തോന്നല്. കുഴപ്പമില്ലാത്ത റേറ്റ് ആണ്. അല്ല ഇത് ഫൈനൽ റേറ്റ് അല്ല, ഫൈനൽ റേറ്റ് വരുമ്പോൾ 3 താഴെ വരുമായിരിക്കും. ഇത് എസ്പ്രസോ VXi 2020 മോഡലാണ്, സെക്കൻഡ് ഓണർഷിപ്പാണ് വരുന്നത്, 23,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. ഇതാകുമ്പോൾ വാറണ്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ട്. 2020 മോഡൽ ആയതുകൊണ്ട് തന്നെ 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസും വരുന്നുണ്ട്. ഏത് വർഷം മുതലുള്ള വണ്ടിയൊക്കെ നിങ്ങൾ ഈ വാറണ്ടി കൊടുക്കുന്നത്? 2018. അല്ലെങ്കിൽ 2017 നമ്മുടെ ഈ പ്രസന്റ് മന്തിന് ശേഷമുള്ള മന്ത് ആയിരിക്കും രജിസ്ട്രേഷൻ വരുന്നത്. അങ്ങനെ വരുന്ന വണ്ടികൾക്കാണ്, അതായത് 7 വർഷം പഴക്കമാണ് വരുന്നത്. ടയറൊക്കെ നല്ല ടയറൊക്കെ നല്ലതാണ്, അത്യാവശ്യം ഒരു കുഞ്ഞു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി. പക്ഷെ പാർക്കിംഗ് ആയാലും ഒക്കെ ചെറിയൊരു വണ്ടി ആയതുകൊണ്ട് നല്ല സുഖമായിരിക്കും. എത്ര ചോദ്യം? ഇതിന്റെ റേറ്റ് വന്നിട്ട് 4.25. കിലോമീറ്റർ ഒക്കെ വളരെ ലോ കിലോമീറ്ററാണ്. ഇതിന്റെ ആണെങ്കിൽ 23,000 കിലോമീറ്റർ. ഇത് ഡിസയർ ZXi പ്ലസ് ആണ്, ടോപ്പ് എൻഡ് മോഡലാണ്, 2017 മോഡൽ, 66,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഓണർഷിപ്പ് വരുമ്പോൾ സെക്കൻഡ് ഓണർഷിപ്പാണ് വരുന്നത്. കൊല്ലം രജിസ്ട്രേഷനാ. ഫുൾ ഓപ്ഷനാണ് വരുന്നത്. അത്യാവശ്യം ഇല്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇതും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. വണ്ടിക്കകമൊക്കെ നല്ല നീറ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. വാഷ് ചെയ്യുമ്പോൾ പുറമേയും നല്ല നീറ്റായിട്ടാണ് വരുന്നത്. ഇത് ഫുൾ 2 ദിവസം മഴ ആയതിന്റെയും കൂടെ ഒക്കെ കാരണമാണ് എല്ലാം ഇങ്ങനെ പൊടിയായിട്ട് കിടക്കുന്നത്.
കഴിവാന്ന് പറഞ്ഞാൽ എത്ര വണ്ടി കഴിവില്ലേ? ഒരു രണ്ട് സ്റ്റാഫേ ഉള്ളൂ, അപ്പൊ അവര് കഴിവുന്നതിന് കുറച്ചൊരു ലിമിറ്റേഷൻ ഉണ്ട്. എത്ര ചോദ്യം? ഇതാണെങ്കിൽ 5.70 ചോദ്യം വരുന്നത്. 5.70. ഇതൊക്കെ 50 രൂപ കൊണ്ട് ഇറക്കാൻ പറ്റുമോ? 50 ഒരു 70 ഒക്കെ ആ ഒരു റേഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും. ടയേഴ്സ് ഒക്കെ നല്ല ടയേഴ്സ് ഒക്കെ നല്ലതാണ്. ഹലോ വീൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് 2017 മോഡല് ഫുൾ ഓപ്ഷൻ. ഇത് ഓൾട്ടോ 800 VXC ആണ്. 2018 മോഡലാണ്. 63,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഓണർഷിപ്പ് സിംഗിൾ തന്നെയാണ്. റീപ്ലേസ്മെന്റ്സ് വല്ലതും ഉണ്ടോ? റീപ്ലേസ്മെന്റ് എന്ന് പറയുമ്പോഴത്തേനും അങ്ങനെ വലിയ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. സീറ്റുകളും കാര്യങ്ങളൊക്കെ ഇട്ട് വണ്ടിക്ക് അകമൊക്കെ നല്ല നീറ്റാണ്. ഫുൾ ഓപ്ഷനാ. VXC ആ. റൂഫും ഒക്കെ കൊള്ളാം, നല്ല വൃത്തിയുണ്ട്. എത്ര ചോദിക്കുന്നേ? 310. ഏത് വർഷമായിരുന്നു? 2018 മോഡല്. 18. വാറണ്ടി പറഞ്ഞുണ്ട്, 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസും പറഞ്ഞുണ്ട്. ഇത് ഇഗ്നിസ് ആണ്. ആൽഫ ടോപ്പ് എൻഡ് മോഡൽ തന്നെയാണ്. 2022 മോഡലാണ്. 11,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. അത്യാവശ്യം നമുക്ക് സെയിലാവുന്ന ഒരു വണ്ടിയിലുള്ള ഒരു മോഡലാണ് ഇത് വരുന്നത്. ആൽഫ എന്ന് പറയുമ്പോൾ ടോപ്പ് അല്ലേ? ടോപ്പ് ഡ്യുവൽ എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഹൈറ്റ് അഡ്ജസ്റ്റബിൾ വരുന്നുണ്ട്. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ വരുന്നുണ്ട്. അഡ്ജസ്റ്റബിൾ മിറർ ആൻഡ് ഫോൾഡബിൾ മിറർ വരുന്നുണ്ട്. സ്ക്രീൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വണ്ടിക്കകവും കാണാൻ കൊള്ളാം. പുഷ് സ്റ്റാർട്ട് ബട്ടൺ ആണല്ലേ? പുഷ് സ്റ്റാർട്ട് ബട്ടൺ ഫുൾ ഓപ്ഷനാ. 725 ആണ് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഇറങ്ങിയപ്പോ ഇതിന്റെ 9 ആ റേഞ്ച്. 11,000 ഓടിയിട്ടുള്ളൂ. വളരെ ലോ കിലോമീറ്റർ ആണ്. നമുക്ക് അത്യാവശ്യം ഇപ്പൊ സെയിൽ ആവുന്ന ഒരു വണ്ടിയിലുള്ള ഒരു ഓപ്ഷനാണ് ഇഗ്നിസ് വരുന്നത്. ഇത് സ്വിഫ്റ്റ് ZXi പ്ലസ് ടോപ്പ് എൻഡ് മോഡലാണ്. 2023 മോഡലാണ്. ഓടിയത് എത്രയാ? 12,400 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഇതും ടോപ്പ് എൻഡ് ആണല്ലേ? ടോപ്പ് ZXi പ്ലസ് ആണ്. ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് കൂടെയാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇതാകുമ്പോൾ 1 ഇയർ വാറണ്ടി, 3 ഫ്രീ സർവീസും വരും. പിന്നെ പുതിയ വണ്ടിയാണ്. കസ്റ്റമർ അഡീഷണൽ വാറണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ആ വാറണ്ടി പോയിട്ടായിരിക്കും നമ്മുടെ വാറണ്ടി വരുന്നത്. അപ്പോൾ അത്രയും കൂടി വാറണ്ടി പീരീഡ് കിട്ടും. കിട്ടും. ഇപ്പം ഒരു 2027 വരെ ഓൾറെഡി വാറണ്ടി ഉണ്ടെങ്കിൽ 2028 വരെ 1 വർഷം നമ്മുടെ വാറണ്ടിയും കൂടെ ചേർത്ത് കിട്ടും. ഓക്കെ. വണ്ടി വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും ഇല്ല. റീപ്ലേസ്മെന്റോ അങ്ങനെ പെയിന്റിംഗ് വർക്കോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എത്ര ചോദിക്കുന്നേ? ഇതിനാണെങ്കിൽ 925. അപ്പോൾ ഇറങ്ങിയപ്പോൾ എന്തോ ആണ്? ഇതിൻ്റെ ആണെങ്കിൽ ഒരു 11 lakhsനകത്തായിരിക്കും ഇറങ്ങുന്ന സമയത്ത്. ഇപ്പം ഇറങ്ങുന്നത് 1 ലിറ്ററിന്റെ ആണ്. മൈലേജ് കിട്ടുന്നത് 1.2 ആണ്. 1.2 ആണ് അതിന് മുമ്പുള്ളത്. അതെ. വണ്ടി വേറെ കുഴപ്പമൊന്നുമില്ല, കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് കിടപ്പുണ്ട്. ബ്ലാക്ക് ആണ് എന്നുള്ളതേ ഉള്ളൂ. ബ്ലാക്ക് കളറാണ്. ഇത് ഡാറ്റ്സൺ ഗോ 2016 മോഡലാണ്. 26,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് ആയിട്ടൊന്നുമില്ല. പക്ഷെ പെയിന്റിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ടച്ച് ആൻഡ് പോളിഷ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടിക്ക് അകമൊക്കെ കൊള്ളാം, റൂഫൊക്കെ കാണാൻ കൊള്ളാം, നല്ല വൃത്തിയായിട്ടുണ്ട്. ബാക്ക് സീറ്റും കാര്യങ്ങളെല്ലാം കൊള്ളാം, നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഇട്ട്. ഇത് മിഡിലാണോ അതോ ടോപ്പാണോ? മിഡ് വേരിയന്റ് ആണ്. ടയേഴ്സ് ഒക്കെ കൊള്ളാം, നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? 210. ലോ ബഡ്ജറ്റിന് അത്യാവശ്യം മോഡൽ കൂടിയ ഒരു വണ്ടി ഓപ്ഷനായിട്ട് നോക്കുന്നവർക്ക് ബെറ്റർ ആയിരിക്കും. മൈലേജ് കുറവായിരിക്കും, 10, 11, 12 ആ ഒരു റേഞ്ചേ കിട്ടത്തുള്ളൂ. ഇത് കിഡ് ബേസ് മോഡലാണ്. 2022 മോഡല്. സിംഗിൾ ഓണർ. 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. 22. വേറെ ആക്സിഡന്റ് കേസ് റീപ്ലേസ്മെന്റ് അങ്ങനെ എന്തെങ്കിലും? ആക്സിഡന്റോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ പ്രത്യേകം വെച്ചിട്ടുണ്ട്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. വണ്ടി വലിയ വൃത്തിയോടൊന്നുമില്ല. റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ടയേഴ്സ് ഒക്കെ അത്യാവശ്യം നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ടയർ ഒന്നും ആയിട്ടില്ല. ഫസ്റ്റ് ടയർ തന്നെ അല്ലേ? ഓക്കെ. എത്ര ചോദ്യം? എത്ര? 4 ലക്ഷം. 4 ലക്ഷം. 2022 4 ലക്ഷത്തിന് ഒരു വണ്ടി നോക്കുന്നവർക്ക് സുഖം. പുതിയ മോഡല് ആ ഒരു ചെറിയ ബഡ്ജറ്റിനുള്ളിൽ കിട്ടും. ബേസ് അല്ലേ? ബേസാ. അഡീഷണൽ ചെയ്തിട്ടുണ്ട് എല്ലാം. വണ്ടി ബേസ്. അപ്പൊ ഇത് വണ്ടി ഇറങ്ങിയപ്പോ എത്ര രൂപ ഉണ്ടായിരുന്നു? ഇറങ്ങിയപ്പോൾ റേറ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ടാണെങ്കിൽ പറഞ്ഞുതരാം. ചെക്ക് ചെയ്തിട്ട് പറയുമ്പോ 4 ലക്ഷം രൂപയും കാണൂലേ? 4 എബോ ആയിരിക്കും എന്തായാലും റേറ്റ് വരുന്നത്. ഉറപ്പാണ്. ഇത് ബ്രെസ ഡീസൽ ആണ്. VDI സെക്കൻഡ് വേരിയന്റ് ആണ്. 2017 മോഡലാ. സിംഗിൾ ഓണർ ആണ്. 72,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഡീസലാ? ഡീസലാണ്. അത്യാവശ്യം 20 മൈലേജ് ഉറപ്പായിട്ടും കിട്ടും. പിന്നെ 20 എബോ കിട്ടുന്നവരും ഉണ്ട് ഡീസല്. നമ്മള് വണ്ടി നോക്കുന്നതൊക്കെ സർവീസ് കാര്യങ്ങൾ ചെയ്യുന്നതും നമ്മൾ ഓടിക്കുന്നതിന്റെ ആ ഒരു ഇതനുസരിച്ച് നമുക്ക് മൈലേജ് അത്രയും കിട്ടും.
മാനുവലാണ്. ഇത് ടോപ്പ് വേരിയന്റ് ആണോ? അല്ല മിഡ് വേരിയന്റാ. ആണ്. എത്ര ചോദിക്കുന്നേ? 745. 745. ടയർ പെയിന്റിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. റീപെയിന്റ് കയറിയിട്ടുണ്ട് അല്ലേ? ആ പെയിന്റിംഗ് കയറിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ആയിട്ടൊന്നുമില്ലല്ലോ? റീപ്ലേസ്മെന്റ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല. ഇത് 2017 മോഡൽ ഈക്കോയാണ്. 5 സീറ്റർ AC ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. എന്ത് ഓടിയിട്ടുണ്ട്? 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 60 ജെനുവിൻ കിലോമീറ്റർ ആണ്. 5 സീറ്റർ ആണ്, പക്ഷേ സീറ്റ് കസ്റ്റമർ അഡീഷണൽ ചെയ്തേക്കുന്നതാണ്. ജെനുവിൻ കിലോമീറ്റർ ഒക്കെ ആണ്. 60,000 കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് കേട്ടോ. റീപ്ലേസ്മെന്റ്സ് വല്ലതും ഉണ്ടോ? റീപ്ലേസ്മെന്റ് എന്ന് പറയുമ്പോഴത്തേനും ഇല്ല. ടയർ കാര്യങ്ങളൊന്നും ടയർ മാറേണ്ടി വരും. ടയർ മൊട്ടയെന്നല്ല, ഇത് മറ്റേ കട്ട ടയറല്ലേ? ടയർ എന്തായാലും മാറേണ്ടി വരും. ഫ്രണ്ടും ബാക്കും ഒക്കെ കട്ട ടയറാണ് കിടക്കണേ. ഓക്കെ, ടയറുകളെല്ലാം മാറി കൊടുക്കണം. അപ്പൊ എത്ര ചോദിക്കുന്നേ? ഇത് 340 ചോദ്യം വരുന്നേ. ഈ ടയറുകളെല്ലാം മാറി തരുമോ? ടയർ എല്ലാം മാറാൻ ചാൻസ് ഇല്ല. നമ്മളിപ്പോൾ കസ്റ്റമർ ഓപ്ഷൻ വെക്കുവാണെങ്കിൽ 2 ടയർ മാറി കൊടുക്കും. അത്യാവശ്യം ഫ്രണ്ടിൽ 2 ടയർ ചേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. ശരി, അപ്പം ബാക്കി പൈസയിൽ ഇളവ് വരുത്തി 2 ടയറും മാറി, അപ്പൊ അടുത്ത 2 ടയർ മാറാനുള്ള പൈസ കുറച്ച് കൊടുക്കും. നമുക്കത് സംസാരിക്കാം. ഡിസയർ VXC ആണ്. 2020 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി തന്നെയാണ്. 24,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർ തന്നെയാണ്. റീപ്ലേസ്മെന്റ്സ് വല്ലതും ഉണ്ടോ? ഇല്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് VXi എന്ന് പറയുമ്പോൾ 4 ഡോർ പവർ വിൻഡോ വരുന്നത്. സ്റ്റീരിയോ മാത്രമേ വരത്തുള്ളൂ. ടച്ച് സ്ക്രീൻ കാര്യങ്ങൾ വരത്തില്ല. ഇല്ല. എത്ര ചോദിക്കുന്നേ? 6 ലക്ഷം. 6 ലക്ഷം. ഇറങ്ങിയപ്പോ ഒരു 8-8.5. 7.75 8 ആ ഒരു റേഞ്ച് തന്നെ വരും. ഇപ്പോഴത്തെ പക്ഷേ റേറ്റ് കൂടുതലാണ് കേട്ടോ. അതിൽ നിന്നും റേറ്റ് ഉണ്ട് ഡിസയറിൽ. ഇപ്പോൾ ഒരു 9 അടുപ്പിച്ചൊക്കെ വരും റേറ്റ്. ഇത് ഡിസയർ VXi ഓട്ടോമാറ്റിക് ആണ്. 2017 മോഡലാണ്. 46,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ് വണ്ടി വരുന്നത്. റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ലേ? ഇല്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പെയിന്റിംഗ് വർക്ക് വരും കേട്ടോ. വണ്ടിക്കകമൊക്കെ കാണാൻ നല്ല വൃത്തിയുണ്ട്. നല്ല സീറ്റുകളും കാര്യങ്ങളൊക്കെ ഫ്ലോർ മാറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റ് ഒക്കെ ചെയ്ത് വൃത്തിയായിട്ട് കിടപ്പുണ്ട്. ടയറൊക്കെ അത്യാവശ്യം നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. എത്ര ചോദ്യം? 6-10 ചോദ്യം വരുന്നത്. 6-10. മറ്റേത് 6 ആണ്. ഇതിൽ റിവേഴ്സ് ക്യാം അഡീഷണൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഡിസയർ VXi 2021 മോഡലാണ്. 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ തന്നെയാണ്. മാനുവൽ ആണ്, ഓട്ടോമാറ്റിക് അല്ല. സെയിം വർഷമാണോ മറ്റേന്റെ? മറ്റേത് 2017 ആണ്. ഇത് 2021 ആണ്. 21. അത് ഓട്ടോമാറ്റിക് ആയിരുന്നു. ഇത് മാനുവലാ. ഇതിന് റീപ്ലേസ്മെന്റ്സ് അങ്ങനെ എന്തെങ്കിലും? ഇല്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് നമുക്ക് വാറണ്ടി വരുന്നുണ്ട്. 6 മാസം വാറണ്ടി. 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസും വരുന്നുണ്ട്. ഈ 6 മാസം കഴിഞ്ഞിട്ട് 3 സർവീസ് വരുന്നത് ചെയ്യൂ? അതായത് ഇപ്പം ഇല്ല, വാറണ്ടി 6 മാസത്തിനകത്ത് തന്നെ ചെയ്യണമെന്നുണ്ടോ? 6 മാസത്തിനകത്ത് തന്നെ ചെയ്യണം. 2 മാസം അങ്ങനെ ആയിരിക്കും വരുന്നത്. ടയർ എല്ലാം നല്ല ടയേഴ്സ് ആണ്. എത്ര ചോദിക്കുന്നത്? ഇതാണെങ്കിൽ 7-10 ചോദിക്കുന്നത്. 7-10. 2021. ഇത് ലോഡ്ജിയാണ്. റെനോൾട്ടിന്റെ വണ്ടിയാണ് വരുന്നത്. 2016 മോഡലാണ്. 37,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. മാത്രമല്ല ഡീസലാണ് കേട്ടോ വണ്ടി. ഡീസലാണ്. 37,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പും ആണ്. ഇന്റീരിയർ നല്ല ക്ലീൻ ആണ്. റീപ്ലേസ്മെന്റ്സ് വല്ലതും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ആയിട്ട് ഇല്ല, ഒന്നും കാണുന്നില്ല. ഒന്നുമില്ല. വണ്ടിക്ക് അകമൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. 7 സീറ്റർ. ഓക്കെ. ഇത് മൈലേജ് ഒക്കെ എന്തോ ആണ്? എങ്ങനാ മൈലേജ് എന്തോ ആണ്? മൈലേജ് ഒക്കെ കുറവാ കിട്ടുന്നത്. ഡീസൽ ആണെങ്കിൽ പോലും റെനോൾട്ടിന്റെ ആയതുകൊണ്ട് ഒരു 13-15 വരുന്നത് കിട്ടത്തോളൂ. ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ പ്രത്യേകം ചെയ്തിട്ടുണ്ട്. ടച്ച് ചെയ്തിട്ടുണ്ട്. എത്ര ചോദ്യം? 465. ഇത് വാഗ്നർ VXi 2010 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 99,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. അയ്യോ, അപ്പം സെഞ്ചുറി അടിക്കാറായി. 2010 മോഡലാ. എന്തോ ചോദിക്കുന്നേ? 190. 1 ലക്ഷം കിലോമീറ്റർ ആവാറായില്ലേ? 190 ചോദിക്കുന്നതാ. ഫൈനൽ റേറ്റ് നമുക്ക് സംസാരിക്കാം. കാരണം സ്റ്റോക്കിൽ നമുക്ക് തരുമ്പോൾ എന്തായാലും കുറച്ച് കൂടുതലായിരിക്കുമല്ലോ തരുന്നത്. ചോദിക്കാനുള്ളതല്ലേ? റൂഫും കാര്യമൊക്കെ നല്ല വൃത്തിയുണ്ട്, കുഴപ്പമില്ല. വണ്ടിക്ക് അകമൊക്കെ കൊള്ളാം. നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോ. ടയേഴ്സും ഒക്കെ കൊള്ളാം, നല്ല ടയേഴ്സും കിടപ്പുണ്ട്. VXi ഫുൾ ഓപ്ഷൻ. 190 അല്ലേ?
2010 അത് ഗ്ലാസോ കാര്യങ്ങളോ ഒന്നും റീപ്ലേസ് ഒന്നും ചെയ്തിട്ടില്ല. ഇതിന്റെ പേപ്പർ കാര്യങ്ങളൊക്കെ ഇനി അടുത്ത 10 ആകുമ്പോൾ 2025 അടുത്ത വർഷം ടെസ്റ്റ് വരുന്നത്.